നമസ്കാരം. വെള്ളി നക്ഷത്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും പുതിയ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. 2009 ലോക സിനിമയെ ഞെട്ടിച്ച അവതാർ സീരീസ്. ജെയിംസ് കാമറൂണിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ദൃശ്യ മികവോടുകൂടി ഏറ്റവും വലിയ ഒരു സിനിമയായി മാറുകയായിരുന്നു. ഇതുവരെ സിനിമാ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ അവതാറിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അവതാറിന്റെ ഏറ്റവും പുതിയ സീരീസായ അവതാർ 3യെ കുറിച്ചാണ്. 2009 ഡിസംബർ 19 ആദ്യമായിട്ട് അവതാർ എന്ന സിനിമ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തുന്നത്. ഏകദേശം ടൈറ്റാനിക്കിന് മുമ്പ് 1994 ഈ സിനിമയെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സിനിമ എങ്ങനെ ചിത്രീകരിക്കും എന്നുള്ള സംശയത്തിന്റെ നിഴലിൽ ഈ സിനിമ മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് ഏകദേശം 15 വർഷങ്ങൾക്ക് ശേഷം 2009 അവതാറിനെ കുറിച്ച് ജെയിംസ് കാമറൂൺ ചിന്തിക്കുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രത്യേക തരം ഒരു ക്യാമറ നിർമ്മിക്കുകയും അതിന്റെ പേറ്റന്റ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹിരാകാശത്ത് പണ്ടോറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ജെയിംസ് കാമറൂണിന്റെ എപ്പിക് സയൻസ് ഫിക്ഷൻ ചിത്രം അവതാറിന്റെ 3ാം ഭാഗമായ അവതാർ ഫയർ ആൻഡ് ആഷ് പ്രതീക്ഷ നിലനിർത്തിയില്ലെന്ന് തന്നെ പറയാം. 2022 പുറത്തിറങ്ങിയ അവതാർ ദ വേ ഓഫ് വാട്ടറിന്റെ തുടർച്ചയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. മറ്റ് 2 ചിത്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരമ്പരയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രം കൂടിയാണ് അവതാർ ഫയർ ആൻഡ് ആഷ്. 3 മണിക്കൂറും 12 മിനിറ്റും ചിത്രത്തിന് ദൈർഘ്യമുണ്ട്. ആദ്യ ഭാഗങ്ങളിൽ വിഷ്വൽ ഇഫക്റ്റുകൾക്കും പണ്ടോറയുടെ ലോകത്തിനുമായിരുന്നു മുൻഗണനയെങ്കിൽ ഇത്തവണ കുടുംബ ബന്ധങ്ങൾക്കും അമിതമായ വൈകാരിക മുഹൂർത്തങ്ങൾക്കും കാമറൂൺ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ജേക്ക് സള്ളിയുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളും മകന്റെ മരണത്തെ തുടർന്നുള്ള സങ്കടങ്ങളും ഒരു പരിധിയിൽ കൂടുതൽ നാടകീയമായിട്ടാണ് ചിത്രീകരിച്ചത് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. ഇത് പ്രേക്ഷകനെ വല്ലാതെ മുഷിപ്പിക്കുന്നുമുണ്ട്. ബോളിവുഡ് ഫോർമുല സിനിമകളെ പോലെ പഴയ കഥ വീണ്ടും ചെറിയ മാറ്റങ്ങളോടെ ഒന്നുകൂടെ അവതരിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ദ വേ ഓഫ് വാട്ടറിൽ കണ്ട പല കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ചിത്രത്തിലും പകർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുടുംബം നാട് വിടുന്നത്, പുതിയ ഗോത്രവുമായി ഇടപഴകുന്നത്, അവസാനം നടക്കുന്ന വലിയ യുദ്ധം അതേപടി ആവർത്തിക്കുന്നത്, ഇതെല്ലാം ചിത്രത്തിന്റെ പുതുമ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ അവതാറിന്റെ സെക്കൻഡ് സീരീസായ ദ വേ ഓഫ് വാട്ടറിൽ നമ്മൾ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. ബോളിവുഡ് മാസ് പടങ്ങളിലെ പോലെ നായകനും വില്ലനും തമ്മിലുള്ള വ്യക്തിപരമായ പകയും അത് തീർക്കാൻ നടക്കുന്ന അതിസാഹസികമായ പോരാട്ടങ്ങളും ചിത്രത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയെന്ന് ചെറിയ രീതിയിൽ സംശയമുയർത്തുകയും ചെയ്യുന്നു. സാങ്കേതികമായി ഈ ചിത്രം അതിശയിപ്പിക്കുന്നുണ്ടെങ്കിലും കഥ പറച്ചിലിൽ കാമറൂൺ സ്വീകരിച്ച വൈകാരികമായ രീതി വളരെ അരോചകം നിറഞ്ഞതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മുൻ ഭാഗങ്ങളിൽ നമ്മൾ കണ്ട ഒമാറ്റിക്കോയ, മെറ്റ്കൈന ഗോത്രങ്ങൾ സമാധാനപ്രിയരും പ്രകൃതിയെ സ്നേഹിക്കുന്നവരുമായിരുന്നു. എന്നാൽ ആഷ് പീപ്പിൾ അങ്ങനെയല്ല. പണ്ടോറയിലെ അഗ്നിപർവ്വത മേഖലയിൽ വസിക്കുന്ന ഇവർ അക്രമാസക്തരും പകയുള്ളവരുമാണ്. ഇതുവരെയുള്ള സിനിമകളിൽ മനുഷ്യരായിരുന്നു പ്രധാന വില്ലന്മാർ. എന്നാൽ 3ാം ഭാഗത്തിൽ നാവികൾക്കിടയിൽ തന്നെ വില്ലന്മാരുണ്ടെന്നാണ് കാമറൂൺ കാണിക്കുന്നത്. എല്ലാ നാവികളും നല്ലവരല്ല എന്ന സന്ദേശമാണ് ഈ ചാര സിനിമയിലൂടെ അദ്ദേഹം നൽകുന്നത്. അഗ്നിപർവ്വതങ്ങളിൽ നിന്നുള്ള ചാരം ശരീരത്തിൽ പൂശുന്നതിനാലാണ് ഇവർക്ക് ഈ പേര് വന്നിട്ടുള്ളത്. കണൽ ക്വാറിച്ച് തന്റെ മുൻപത്തെ പരാജയങ്ങൾക്ക് പകരം വീട്ടാൻ ഈ അഗ്നിഗോത്രത്തിന്റെ സഹായം തേടുന്നുണ്ട്. വരണാങ് എന്ന ക്രൂരനായ നേതാവാണ് ആഷ് പീപ്പിളിനെ നയിക്കുന്നത്. മനുഷ്യരുടെ ആയുധങ്ങളും ഇവരുടെ യുദ്ധവീര്യവും ചേരുമ്പോൾ ജാക്ക് സള്ളിക്കും കുടുംബത്തിനും അത് വലിയ ഭീഷണിയാകുന്നു. ആദ്യ 2 ഭാഗങ്ങളിലെ ശാന്തതയ്ക്ക് പകരം കൂടുതലും രക്തച്ചൊരിച്ചിലും അക്രമാസക്തമായ ഭാഗങ്ങളാണ് ഈ സീരീസിൽ എടുത്തു കാണിക്കുന്നത് എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ അവതാറിന്റെ 1ാം ഭാഗവും 2ാം ഭാഗവും കണ്ട് ഇഷ്ടപ്പെട്ട പ്രേക്ഷകന് 3ാം ഭാഗം അത്രത്തോളം ദഹിക്കുമെന്ന് തോന്നുന്നില്ല. അടുത്ത ആഴ്ച മറ്റൊരു നല്ല ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. Wow.